നേപ്പാളിൽ സാമൂഹ്യമാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചു. സാമൂഹ്യമാധ്യമങ്ങളുടെ നിരോധനത്തെ തുടർന്ന് ഇന്നലെ വലിയ പ്രക്ഷോഭമാണ് നേപ്പാളിൽ ഉടലെടുത്തത്. ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി. പോലീസ് നടത്തിയ വെടിവെപ്പിൽ 19 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, നേപ്പാൾ സർക്കാർ ആ തിരുത്തു വരുത്തുമ്പോൾ പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വലുതാണ്. രാജ്യത്തെ യുവജനങ്ങളിൽ 19 പേരുടെ ജീവനാണ് അതിന് വില കൊടുക്കേണ്ടി വന്നത്. മധു, തീർച്ചയായിട്ടും 19 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മാത്രമല്ല 400-ലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. അതിൽ 100ഓളം ഉള്ളത് പോലീസുകാർ തന്നെയാണ്. ഇപ്പോഴും ഈ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. അതായത് നേപ്പാൾ സർക്കാർ ഈ തിരുത്തു വരുത്തിയിട്ട് പോലും നിലവിൽ ജൻസിയുടെ പ്രക്ഷോഭം അവസാനിക്കുന്നില്ല. അവർ KP ഒളിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. ആ രാജി ഉണ്ടാകുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേപ്പാളിലെ, പ്രത്യേകിച്ചും കാഠ്മണ്ഡുവിലെ പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്ന ആ റോഡ് പോലും ഈ പ്രതിഷേധക്കാർ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഇന്നും ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 5 മണിക്ക് നേരത്തെ ഏർപ്പെടുത്തിയിട്ടുള്ള കർഫ്യൂ അത് സർക്കാർ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പോലും 8:30യോടുകൂടി തന്നെ വീണ്ടും കാഠ്മണ്ഡുവിൽ, പ്രത്യേകിച്ചും റിംഗ് റോഡിൽ ഒരു കർഫ്യൂവും അതുപോലെ തന്നെ നിരോധനാജ്ഞയും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. അതിനിടയിൽ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം പുതിയ ഒരു വാർത്താവിനിമയം ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ അവിടെയുള്ള ഇന്ത്യക്കാർക്കും വേണ്ടി ഇറക്കിയിരിക്കുന്നു. അതായത് ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യവും ഒപ്പം തന്നെ നേപ്പാൾ സർക്കാർ പുറപ്പെടുവിക്കുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും പിന്തുടരണം എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയം നേപ്പാളിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഈ 26 സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമ ആപ്പുകൾക്കാണ് നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയത്. ആ വിലക്ക് ഇപ്പോൾ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു, അതായത് പിൻവലിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴും രാജി ആവശ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ നേപ്പാൾ സർക്കാരിൻ്റെ, പ്രത്യേകിച്ചും മന്ത്രിസഭയ്ക്ക് അകത്ത് തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് KP ഒളി രാജിവെക്കില്ല എന്നുള്ള കാര്യം. അടുത്ത 15 ദിവസത്തിനകം ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടി എന്തായാലും പാർലമെന്റിന് മുൻപാകെ വെക്കാനും പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ഇന്നലെ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതിലുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, ഈ 19 പേർക്ക് ജീവൻ നഷ്ടമാകാൻ ഇടയായിട്ടുള്ള സംഭവങ്ങൾ, ഒപ്പം തന്നെ പൊതു സ്വത്തിനടക്കം ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ, അതിൻ്റെ കണക്ക് കാര്യങ്ങളെല്ലാം ആയിരിക്കും ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാവുക. അത് അടുത്ത 15 ദിവസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള കാര്യം കൂടി നേപ്പാളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രക്ഷോഭക്കാർ അവർ പിന്തിരിയാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. രാജി തന്നെയാണ്, പ്രധാനമന്ത്രിയുടെ രാജി തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. നേപ്പാളിൽ യുവജനങ്ങൾ ഒന്നാകെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പട്ടാളത്തിന് രംഗത്തിറങ്ങി ജനങ്ങളെ നിയന്ത്രിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അതിലുണ്ടായ വെടിവെപ്പിലാണ് 19 മരണമുണ്ടായത്. എന്താണ് യുവരോഷത്തിന് വഴിവെച്ച കാരണം? ആരാണ് പ്രതിഷേധിച്ചത് എന്നതുകൂടി നമുക്ക് നോക്കാം. നേപ്പാളിലെ ആയിരക്കണക്കിന് യുവാക്കളാണ് വലിയ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത്. കാഠ്മണ്ഡുവിലെ റോഡുകളെല്ലാം യുവജനങ്ങൾ ഉപരോധിക്കുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഈ പ്രതിഷേധം എന്നത് നോക്കാം. 26 സാമൂഹ്യമാധ്യമ ആപ്പുകൾ സർക്കാർ നിരോധിച്ചു. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഉൾപ്പെടെയുള്ളവ എല്ലാം നിരോധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തിനായിരുന്നു ആ ഇപ്പോൾ 2017 എയർബസ് കരാർ ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളുണ്ടായി. സർക്കാരിന് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ആപ്പുകൾ സർക്കാരിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം എന്ന ഒരു നിബന്ധന സർക്കാർ മുന്നോട്ട് വെച്ചു. വാർത്താവിനിമയ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് നിയമം. പക്ഷേ അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ആപ്പുകൾ, അവയൊക്കെ നിരോധിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോൾ നിരോധനം പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിരോധനം പിൻവലിച്ച് ആ തീരുമാനം സർക്കാർ എടുക്കുന്നതിനിടയിൽ 19 പേരുടെ മരണമാണ് അവിടെ സംഭവിച്ചത്. 400-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിലേക്ക് കാഠ്മണ്ഡു തിരികെ വരുന്നു എന്നുള്ളതാണ് വാർത്ത. പക്ഷേ ഇപ്പോഴും പ്രക്ഷോഭകർ മുഴുവനായും ഒന്നും പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും നഗരത്തിൽ അവർ തമ്പടിക്കുന്നുണ്ട്. പലർക്കും നേരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ നിയമ നടപടികൾ എങ്ങോട്ട് പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി കൂടി രാജിവെക്കണം എന്ന ആവശ്യമാണ് പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്നത്.